one day, someone walks into your life, a total stranger. ഞങ്ങള് മ്യൂച്വൽ ഫ്രണ്ട്സ് വഴിയാണ് കണ്ടത്. കുറച്ച് പൊളിറ്റിക്സ് ഒക്കെ ഇൻവോൾവ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ പുറത്ത് UK-ലായിരുന്നു. അവിടെ വെച്ചിട്ട് വീണ്ടും ക്ലോസ് ആയി. അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. പുള്ളി ഭയങ്കര പേഷ്യൻ്റാണ്. ഞാൻ കാണിക്കുന്ന ഞാൻ എവിടെയൊക്കെ ഇൻകംപ്ലീറ്റ് ആകുന്നു എന്നെ പുള്ളി കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആക്കും. എന്നെ ഹോളാക്കുന്നത് പുള്ളിയാണ്. മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്തായിരുന്നെന്ന് പറഞ്ഞത്. അപ്പം ഒരു ദിവസം നൈറ്റിൽ ഞങ്ങളിങ്ങനെ പുറത്ത് പോയിട്ട് വരുമായിരുന്നു. അപ്പം ആരുമില്ല. അപ്പോൾ ഒരു സോങ് വെച്ച് ഞങ്ങളൊരു ഫേവറേറ്റ് സോങ് വെച്ചിട്ട് ഞങ്ങൾ സിറ്റി സെൻറ്ററിൽ ഡാൻസ് ചെയ്തു. ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. എൽവിസ് പ്രസ്ലിയുടെ വൈസ് മെൻസ് എന്ന് പറയുന്നൊരു സോങ് ആയിരുന്നു. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ളൊരു മൊമെൻ്റ്. ചേച്ചി എൻ്റെ പപ്പായുടെ ചേട്ടൻ്റെ മോളാ. ഞങ്ങള് ഈവൻ തൊട്ട് ജനിച്ചപ്പോൾ തൊട്ട് ഞങ്ങൾ ഒരുമിച്ചാ. ഈവൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നതും സ്കൂളിൽ നിന്ന് വരുന്നതും ഈവൻ എല്ലാ പ്രോഗ്രാമിനും ഒരുമിച്ച്. എന്തൊരു സ്വന്തം ചേച്ചി എന്നുള്ളൊരു ഫീൽ ആവും ചേച്ചിയെ പറ്റി പറയുമ്പോൾ. പെട്ടെന്ന് ഇങ്ങനെ കല്യാണം കഴിച്ചു പോകുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വീട്ടിൽ അങ്ങനത്തെ ഒരാളിനി ഇല്ല എന്നുള്ളൊരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇതിനായിട്ടും. വി മിസ് യു അമ്മു ചേച്ചി സോ മച്ച്. അമ്മുച്ചേച്ചി, ഞാൻ പൊതുവെ അങ്ങനെ അമ്മുച്ചേച്ചി എന്നൊന്നും വിളിക്കാറില്ല. എനിക്കെപ്പോഴും മേമ തന്നെയാണ്. ഞാൻ കണ്ട പ്രായം മുതലേ മേമ തന്നെ വിളിക്കുന്നത്. അതുപോലൊരു നമ്മുടെ അടുത്തുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഈവൻ ഒരു ഫ്രണ്ടായും സിസ്റ്ററായും ഒക്കെ നല്ലൊരു ബോണ്ട് നമ്മുടെ അടുത്തുണ്ടായിരുന്നു. പക്ഷെ പോയപ്പോൾ വലിയൊരു ഇവളൊരു വലിയ ബാരിയറാണ് അമ്മു ചേച്ചി. അതായത് ഇവള് പഠിപ്പിക്കാനാണേലും ഒക്കെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാണേലും ഒരു അമ്മയും കുഞ്ഞും എഫക്റ്റ് വരത്തില്ലേ, അതുപോലാണ് ഇവളും അമ്മു ചേച്ചിയും. അവൾക്ക് അത്രയ്ക്ക് കാര്യമാണ്. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ മേമാന്ന് പറഞ്ഞ് പോവാന്നുള്ളൊരു ബ്ലെസ്സിങ് കൊടുക്കുന്ന പോലെയാണ് അവൾ ആ പാട്ട് പാടിയത് കല്യാണത്തിന്റെ സമയത്ത്. അമ്മുച്ചേച്ചി എന്ന് പറയുന്നത് ഞാൻ അറിയത്തില്ലായിരുന്നു. മേമാനോട് പ്രത്യേകം ഇങ്ങനെ മെൻഷൻ ചെയ്തപ്പോൾ പെട്ടെന്ന് അവള് ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി. കാരണം ഒരു ബ്ലെസ്സിങ്ങിന്റെ രീതിയിലാണ് അവള് പാട്ട് പാടിയത്. അപ്പൊ വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ് അമ്മു ചേച്ചി. ബി സക്സസ്ഡ് ഇൻ ലൈഫ്. Has worn our faces thin, and years have carved their lines within. I'll still be reaching for your hand, still walking where the same